പ്രതിഭ മാത്രമല്ല, മഹാപ്രതിഭാസമാണ് അയാൾ. മാന്ത്രികൻ മാത്രമല്ല, മാസ്മരികൻ കൂടിയാണ് അയാൾ. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്നല്ലേ? അയാൾക്ക് മുന്നിൽ ചരിത്രവും വർത്തമാനകാലവുമെല്ലാം വഴിമാറി. സമീപഭാവിയിൽ ചിലത് വഴിമാറുമെന്ന് ഇന്നേ കുറിച്ചു വെച്ചിട്ടുമുണ്ട്. ലയണൽ ആന്ദ്രാസ് മെസ്സി പ്രായം 39 എത്തി നിൽക്കുമ്പോഴും അയാൾ ലോക ഫുട്ബോളിന്റെ നെറുകയിൽ തന്നെയാണ്. പ്രായം പ്രതിഭയെ അളക്കാനുള്ള അളവുകോലല്ലെന്ന പ്രഖ്യാപനവുമായി. അൾജീരിയക്കെതിരായ ഹാട്രിക് ഗോളുകൾ മതി അടങ്ങാത്ത പോരാട്ട വീര്യത്തിന്റെ മറുപേരാണ് മെസ്സി എന്ന് രേഖപ്പെടുത്തുവാൻ, അതിന് അടിവരയിടുവാൻ. 2026 ലോകകപ്പിൽ ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ലയണൽ മെസ്സി കുറിച്ച റെക്കോർഡുകൾ നോക്കൂ. 6 ലോകകപ്പുകൾ കളിക്കുന്ന ആദ്യ താരം, അർജന്റീന ജേഴ്സിയിലെ 200ാമത്തെ മത്സരം കളിക്കുന്ന താരം, ലോകകപ്പിൽ ഗോൾവേട്ടയിൽ 16 ഗോളുമായി ക്ലോസൈഡ് റെക്കോർഡിനൊപ്പം ലോകകപ്പിൽ ഹാട്രിക് നേടിയ പ്രായം കൂടിയ കളിക്കാരൻ. റൊണാൾഡോയുടെ റെക്കോർഡ് അവിടെ ഭേദിക്കപ്പെട്ടു. 5 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം ചാമ്പ്യന്മാരായ ശേഷമുള്ള ലോകകപ്പിൽ അർജന്റീനയ്ക്ക് ആദ്യ കളിയിൽ തന്നെ വിജയം സമ്മാനിച്ച ക്യാപ്റ്റൻ, അർജന്റീനയുടെ ഏറ്റവും പ്രായം കൂടിയ ലോകകപ്പ് കളിക്കാരൻ. കൃത്യം 20 വർഷങ്ങൾക്ക് മുമ്പ് 2006 ജൂൺ 16 സെർബിയക്കെതിരെയായിരുന്നു മെസ്സി ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ചത്. മെസ്സി അന്നും ചരിത്രം കുറിച്ചു. ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ അർജന്റീനക്കാരൻ എന്ന നിലയിൽ അരങ്ങേറ്റത്തിൽ 74ാം മിനിറ്റിൽ പകരക്കാരനായി എത്തി ഗോൾ നേടി വരവറിയിച്ചതാണ് മെസ്സി. 20 വർഷം തികയുമ്പോൾ ഹാട്രിക് തികച്ച് ആ ക്ലാസ് ഒന്നുകൂടി പുറത്തെടുത്തു മെസ്സി. പരിക്ക്, സ്റ്റാമിന, അങ്ങനെ വിമർശകർക്ക് പലതും ഉന്നയിക്കുവാനുണ്ടായിരുന്നു. എന്നാൽ കെണികളിലൊന്നും വീഴാതെ മെസ്സി കാലാതീതനെന്ന് തെളിയിച്ചിരിക്കുന്നു. കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ പിറന്ന ആ ഗോളുകൾ നോക്കൂ. കളി 16 മിനിറ്റും 39 സെക്കൻഡും പിന്നിടുന്ന നിമിഷം. റോഡിഗ്രോ ഡീപ്പോൾ അളന്നുമുറിച്ചു നൽകിയ പാസ്, ബോക്സിന് പുറത്തു നിന്നും മെസ്സിയുടെ ഇടങ്കാലൻ ഷോട്ട്, അൾജീരിയ ഗോളിയെ നിഷ്പ്രഭനാക്കി പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക്. അൾജീരിയൻ ഗോൾവല കുലുങ്ങി തുടങ്ങി. ഗാലറി നീലക്കടലായി മാറി. 66ാം മിനിറ്റിൽ മെസ്സി വീണ്ടും ലക്ഷ്യം കണ്ടു. മാക് അലിസ്റ്ററിന്റെ കനത്ത ഷോട്ട് കൈപ്പിടിയിലൊതുക്കാൻ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കേസ് ഇടാന് കഴിഞ്ഞില്ല. ഗോളിയുടെ കയ്യിൽ തട്ടി റീബൗണ്ട് വന്ന ബോൾ ബോക്സിൽ മുന്നോട്ട് ഓടിക്കയറിയ മെസ്സി തന്റെ നിയന്ത്രണത്തിലാക്കുന്നു. അനായാസേന ഒരു വലതുകാൽ ഷോട്ട്. മുന്നിലെ പ്രതിഭയ്ക്ക് മുന്നിൽ ഗോളി നിഷ്പ്രഭനായി. കളിയുടെ 75ാം മിനിറ്റ്. നിക്കോ ഗോൺസലാസിൽ നിന്നും പന്ത് സ്വീകരിച്ച മെസ്സി ഹാട്രിക്കിലേക്ക് ഒരു ഷോട്ട് തീർത്തു. ബോക്സിന്റെ മധ്യത്തിൽ നിന്നും ഒരു ഇടങ്കാലിനടി. പോസ്റ്റിന്റെ ഇടതു കോർണറിൽ സുരക്ഷിതമായി ആ പന്ത് വിശ്രമിച്ചു. ലോകകപ്പിൽ തന്റെ ആദ്യ ഹാട്രിക്. കാൽപന്ത് കളിയുടെ രാജകുമാരൻ എന്ന വിശേഷണത്തെ സാധൂകരിച്ച പ്രകടനം. ഹാട്രിക് നേടി മിനിറ്റുകൾക്കകം മെസ്സിയെ സ്കലോണി പിൻവലിച്ചു. 79ാം മിനിറ്റിൽ നിക്കോപ്പാസ് മെസ്സിക്ക് പകരക്കാരനായി അരങ്ങേറ്റം കുറിച്ചു. ഗാലറിയാകെ എഴുന്നേറ്റ് നിന്ന് സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിയാണ് മെസ്സിക്ക് ആദരവ് നൽകിയത്. അടുത്ത മത്സരത്തിലേക്കുള്ള കരുതൽ മാത്രമല്ല, ലോകകപ്പ് റെക്കോർഡുകൾ ഇനിയും ഭേദിക്കാനുള്ള യാത്രയിലേക്കുള്ള കരുതൽ കൂടിയാണ് സ്കലോണി 79ാം മിനിറ്റിൽ നടത്തിയത്. 2026 ചാമ്പ്യൻ പട്ടത്തിലേക്കുള്ള കരുതൽ. ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയയുമായി 22-നാണ് അർജന്റീനയുടെ അടുത്ത മത്സരം. അന്നും സ്വന്തമാക്കുവാൻ മെസ്സിക്ക് മുന്നിൽ റെക്കോർഡുകളുണ്ട്. കളിയുടെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞൊഴുകുന്ന ആ കാലുകൾ ഇനിയും ഗോൾവല കുലുക്കട്ടെ. വേൾഡ് കപ്പ് സ്പെഷ്യൽ ഡാറ്റ മൈൻ 360.